2015 പത്തേമാരി എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന പുരസ്കാരം വരെ മമ്മൂട്ടിയുടെ പേരെത്തിയിരുന്നു. പത്തേമാരി മാത്രമായിരുന്നില്ല, ഭാസ്കർ ദ റാസ്കൽ, ഫയർമാൻ പോലുള്ള വിജയ ചിത്രങ്ങളും മമ്മൂട്ടിക്ക് പോയ വർഷമുണ്ടായി. 2016 എത്ര ആഞ്ഞു പിടിച്ചിട്ടും മമ്മൂട്ടിക്ക് നിലനിൽപ്പുള്ള ഒരു നല്ല വിജയം കിട്ടിയില്ല. 4 ചിത്രങ്ങൾ ഈ വർഷവും മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു. 4 മട്ടർ ഫ്ലോപ്പ് ആയിരുന്നില്ല എങ്കിലും നിലനിൽപ്പുള്ള വിജയമായിരുന്നില്ല. AK സാജൻ സംവിധാനം ചെയ്ത പുതിയ നിയമം എന്ന ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിലെത്തിയത്. മമ്മൂട്ടിക്കും നയൻതാരയ്ക്കുമൊപ്പം SN സ്വാമിയും പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം വിജയിച്ചുവെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഏറെ പ്രതീക്ഷയായിരുന്നു കസബ എന്ന ചിത്രത്തിലും പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. നിതിൻ രഞ്ജി പണിക്കറുടെ ആദ്യ സംവിധാന ചിത്രം, മമ്മൂട്ടിയുടെ പോലീസ് വേഷം, സ്പെഷ്യൽ നടത്തം, അങ്ങനെ റിലീസിന് മുൻപ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കസബയും പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. മമ്മൂട്ടിയുടെ ലുക്ക് കൊണ്ട് തുടക്കം മുതലേ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ഉദയ് ആനന്ദ് സംവിധാനം ചെയ്ത വൈറ്റ്. ബോളിവുഡ് താരം ഹുമ ഖുറേഷി മെഗാസ്റ്റാറിന്റെ നായികയായി എത്തി. സിനിമ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്ത ചിത്രം സാമാന്യ വിജയം നേടി. മമ്മൂട്ടി വീണ്ടും അച്ചായൻ കഥാപാത്രമായി എത്തിയ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ.